ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ലെമൺ ഡേറ്റ്സ് പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള നാരങ്ങ, ഈന്തപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ പച്ചമുളകും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ആണെങ്കിൽ യൂസ് ചെയ്യാം, നല്ലെണ്ണ ആയിരിക്കും ബെറ്റർ. പിന്നെ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ഉലുവ ആഡ് ചെയ്തു. ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും വേണം നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഇത് പച്ചമുളക് ഇട്ടു, കറിവേപ്പില, ഇതെല്ലാം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി. ഞാനിവിടെ ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തത്. നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒത്തിരി എരിവായി പോകും. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഇളക്കാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഫ്ലോപ്പാകും. അപ്പോൾ അതങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരാഴ്ചയോളം ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഉപ്പും മാത്രമേ ഇട്ടുള്ളൂ. ഒരാഴ്ച വെച്ചു. ആ നാരങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് സെറ്റായിട്ടുണ്ട് നമ്മുടെ നാരങ്ങ. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈന്തപ്പഴമാണ് ആഡ് ചെയ്യുന്നത്. ഈന്തപ്പഴം നമ്മൾ വിനീഗറിനകത്ത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ് കൂടാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഈ നാരങ്ങയുടെ മുകളിലേക്ക് ഇതൊന്ന് വിതറി കൊടുക്കുക. ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് ഇതിനെ വേവിച്ചതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നല്ലപോലെ എല്ലാം ഒന്ന് ഇളക്കി എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന ഭാഗത്തിന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3 മിനിറ്റ് കൂടെ അടുപ്പി വെച്ച ശേഷം നമുക്ക് നമ്മുടെ നാരങ്ങക്കറി റെഡിയായി കിട്ടിയിരിക്കുന്നു. ഇതൊന്ന് തണുത്ത ശേഷം നമ്മൾ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് എടുത്തു വെക്കാം. ഒരാഴ്ച കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.